ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമാരമംഗലം ദേവസ്വത്തിന്റെ കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട VS മണിലാൽ അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമരകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആർട്ര ബൈജു അവരുകളെ ഈ വേദിയിൽ വളരെ സ്നേഹിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആനയെ നൽകുവാൻ ഇരുന്നതാണ്. ദാരുണമായ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അത് വരാതെ. സിനിമ ഒരുമ്പൊട്ടവൻ എന്ന സിനിമയിലൂടെ കേരളത്തിലെ ബാലനടി എന്ന നിലയിൽ മികച്ച അഭിനേതാവായി മാറിയ താരമാണ് കാശ്മീര. ഏതാണ്ട് 3-4 സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള പ്രിയപ്പെട്ട കാശ്മീരയെ നമ്മൾ ഈ ചടങ്ങിൽ അനുമോദിക്കുന്ന ചടങ്ങിലേക്ക് അവരുടെ അച്ഛൻ സുധീഷ് സിനിമാ സംവിധായകനാണ് അവിടെ എത്തിയിട്ടുണ്ട്, അമ്മയും എത്തിയിട്ടുണ്ട്. ഈ 3 പേരെയും ഈ ചടങ്ങിലേക്ക് കൃത്യമായ സ്വാഗതം. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് ക്ലബിന്റെ ഭാരവാഹികൾ ഈ കളിവള്ളങ്ങള് നിങ്ങൾ സ്റ്റേഡിയത്തിന് മുന്നിലേക്ക്, ഈ കിടക്കുന്ന വള്ളങ്ങള് കളിവള്ള സ്റ്റേഡിയത്തിന്റെ മുന്നിലേക്ക് പിടിക്കണം. സ്റ്റേഡിയത്തിന്റെ മുന്നിലേക്ക് ആ പുറകെ കിടക്കുന്ന വള്ളങ്ങള് നിങ്ങൾ കയറി വരിക. ആ മഞ്ഞ ഡ്രസ്സിന്റെ ആളുകള് നിങ്ങൾ മുന്നോട്ട് കയറി വരിക. ഈശ്വരൻ ബൈജു ശ്രദ്ധിക്കുക, ആ വള്ളം ഇങ്ങോട്ട് മാറ്റിയിടുക. നമ്മൾ ഒരു മാസ്റ്ററിന്റെ ഒരു നടപടിക്രമം കൂടി ഉണ്ട്. പെട്ടെന്ന് മാസ്റ്ററിൽ നടത്തിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ മൂഴിവെള്ളം ശകലം പുറകോട്ട് ഇറക്കിയാലും മതി. ആ വള്ളത്തിന് നേരെയായിട്ട് മൂഴിവെള്ളം കൂടി ഒന്ന് ഇറക്കുക. PG കർണൻ ഈ വള്ളത്തിന്റെ നേരെ തോട്ടിൽ കടവിന്റെ വള്ളത്തിന്റെ ക്യാപ്റ്റൻ. ആ വള്ളം എല്ലാ വള്ളങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വള്ളങ്ങളും ഇതിലേക്ക് എത്തിച്ചേരുക. ശ്രീ മുത്തപ്പൻ വള്ളം, അള്ളയിലപ്പൻ വള്ളം, PG കർണന്റെ ശ്രദ്ധയ്ക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുക്കണം. തുരുച്ചിത്തരയുടെ ക്യാപ്റ്റൻ സുധീഷ് നന്ദികരന്റെ തുരുച്ചിത്തര വള്ളം, അതുപോലെ ശ്രീ മുത്തപ്പൻ മനൂപം ക്യാപ്റ്റായ മുത്തപ്പൻ TDC, ഗുരുവായൂരപ്പൻ അറുപത് ക്ലബിന്റെ കെ ഇൻസാർ ക്യാപ്റ്റായ വള്ളം, മൂഴിയുടെ വേണൂർ ക്ലബിന്റെ അമൽ രമേശ് ക്യാപ്റ്റായിട്ടുള്ള വള്ളം, എല്ലാ വള്ളം തോട്ടിറക്കത്തോടുകൂടി ഘോഷയാത്രയ്ക്ക് മുമ്പായിട്ട് ശേഷം ഈ മാസത്തിൽ അണിനിരക്കേണ്ടതാണ്. മുഴുവൻ വള്ളങ്ങളും ദയവായി എത്തിച്ചേരുക. ചടങ്ങ് അധികം ദീർഘിപ്പിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. സ്റ്റാർട്ടർ നിർദ്ദേശം പാലിക്കുക. PC മോഹനും വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കുന്നു. എല്ലാവരും നേരെ. ഹലോ ബൈജു PG ബൈജു ആ കുട്ടോളുകൾ കയറ്റിയിട്ട്. ഹലോ സെന്റാനോളം കയറ്റിട്ട് കുഞ്ഞെ വള്ളം കയറ്റിയിട്ട് സകലം കയറ്റി എല്ലാ വള്ളവും സകലം കയറ്റിയിട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് സഹകരിച്ചു. വള്ളം ഒരുപോലെ കിടക്കട്ടെ, വള്ളത്തിന്റെ തലയെല്ലാം ഒരുപോലെ കിടക്കാം. ചെറുവള്ളങ്ങൾ വിഷയം മുന്നോട്ട് കയറി വന്നേ. സകലം കുഞ്ഞ് ചെറുവള്ളം കയറിയിട്ട് ആ കർണയും പുറകോട്ട് പോകാതെ കർണം വെള്ളം എഴുത്തൂത്തി അല്ലെങ്കിൽ തുരുത്തശാല ഇറങ്ങി കിടക്കട്ടെ. ഏതെങ്കിലും എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുക. വേദിയിലുള്ള ബഹുമാന്യരായ മറ്റതിഥികളെ ലോകമെമ്പാടും ഏറ്റെടുത്തിരിക്കുന്ന ദിനമാണ്. കുമരകത്ത് 122ാമത് ശ്രീനാരായണ ജയന്തി വള്ളംകളി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശനേറ്റ് ധന്യമായ ഈ ഭൂമി അദ്ദേഹത്തിന്റെ ആ വരവും ആ ധന്യമായ നിമിഷത്തെയും അനുസ്മരിക്കുന്ന തരത്തിലാണ് വർഷം തോറും ഈ വള്ളംകളി ഇവിടെ സംഘടിപ്പിച്ചു വരുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വളരെ ഭംഗിയായി മനോഹരമായി അത് സംഘടിപ്പിക്കാൻ വേണ്ടി ബോട്ട് ക്ലബ്ബ് മുന്നോട്ട് വന്നിരിക്കും. ആ നിലയിൽ നമ്മൾ ഇന്നത്തെ മത്സരം എടുക്കുമ്പോൾ മറ്റേത് സ്ഥലത്തെല്ലാം വള്ളങ്ങൾ പോയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെ മത്സര വള്ളംകളി നടക്കുമ്പോൾ അവിടെയെല്ലാം കുമരകക്കാരുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ മത്സര വള്ളംകളിയുടെ പ്രത്യേകത. ഏത് വള്ളം ജയിച്ചാലും ജയിക്കുന്ന വള്ളത്തിൽ ഒരാൾ തുഴച്ചിൽക്കാരൻ കുമരകക്കാരനായിരിക്കും എന്ന സവിശേഷതയും വന്നു കഴിഞ്ഞിരിക്കും.
അത്രത്തോളം വള്ളംകളിയും കുമരവുമായി അഭേദ്യമായ ബന്ധവും ഈ നാടിന് തന്നെ കായിക മേഖലയിൽ വിലപ്പെട്ട സംഭാവന നൽകുന്ന ഗ്രാമമാണ് കുമരകം. അവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ് ധന്യമായ ഈ മണ്ണിൽ 122ാമത് ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ജയന്തി മത്സര വള്ളംകളിയുമായി ബന്ധപ്പെട്ട് മത്സരത്തിൽ ഏർപ്പെടുന്ന എല്ലാ കായിക താരങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ മഹോത്സവം ഏറ്റവും വിജയകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മത്സര വള്ളംകളി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസാ നടത്തുന്നതിന് വേണ്ടി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ മെമ്പറുമായിട്ടുള്ള ശ്രീമതി കെ ബി ബിന്ദു അവരുടെ ക്ഷണിക്കാം. ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീനാരായണ റോഡിൽ കോൺഫിക്ക് വേണ്ടി നടത്തുന്ന മത്സര വള്ളംകളിയുടെ ഏറ്റവും ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷൻ ക്ലബിൻ്റെ പ്രസിഡന്റ് പറയും ഇവിടെ ഈ വള്ളംകളി മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീപ്പെട്ട ആസന്നേതൻ, വേദിയിലുള്ള കുമരകം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ആദരണീയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ഈ വള്ളംകളി കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, കുമരകക്കാരെ സംബന്ധിച്ചിടത്തോളം കുമരകക്കാരുടെ ഉത്സവം ഓണം എന്ന് പറയുന്നത് ചതയ ദിനത്തിൽ നടക്കുന്ന ഈ മത്സര വള്ളംകളി തന്നെയാണ്. കുമരകക്കാർക്ക് ഓണത്തിനല്ല നമ്മളെ വിവാഹം കഴിച്ചുവിട്ട പെൺകുട്ടികളൊക്കെ തിരിച്ച് അവരുടെ സ്വന്തം വീടുകളിലേക്ക് വരുന്നതൊക്കെ ചതയ നാളിൽ നടക്കുന്ന ഈ വള്ളംകളി കാണുന്നതിന് വേണ്ടിയാണ്. അവരെല്ലാം ചതയത്തിനാണ് എത്തുന്നത്. ഓണം ആഘോഷിക്കുന്നത് ചതയത്തിനാണ് അവർ ഓണം ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഈ വർഷത്തെ ഓണം ആഘോഷിച്ചത് എല്ലാ ചെറിയ സംഘടനകൾ പോലും ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു ഓണമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ഓണം ആഘോഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നിർത്തിക്കൊണ്ട് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരിടമായി നമ്മുടെ മത്സര വള്ളംകളി മാറുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ വലിയ വിപുലമായ രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്നത് വക മാറ്റിവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അത് ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം മത്സര വള്ളംകളി ആണെങ്കിലും കലാകായിക മത്സരമാണെങ്കിലും ടൂറിസവുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് തുക മാറ്റിവെക്കാമെന്ന നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തുക നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ മത്സര വള്ളംകളി വരുന്ന വർഷവും കൂടുതൽ ഹലോ സർ 122ാമത് ശ്രീനാരായണ ജയന്തി കുമരകം മത്സരം വള്ളംകളിയുടെ അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി കെ ബി ബിന്ദു അവർ, കുമരകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ആർഷ ബൈജു,